കൊച്ചിയിൽ മെട്രോയ്ക്കായി എടുത്ത കുഴിയിൽ വീണ് 2 ബൈക്ക് യാത്രക്കാർക്ക് പരിക്കേറ്റു. ചിറ്റേത്തുകര ഭാഗത്താണ് അപകടമുണ്ടായത്. നേര്യമംഗലം സ്വദേശി ആദർശ്, കോട്ടയം സ്വദേശി വിഷ്ണു എന്നിവർക്കാണ് പരിക്ക്. മെട്രോ 2ാം ഘട്ടത്തിൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് ഗുരുതരമായ വീഴ്ചയാണ് ഉണ്ടാകുന്നതെന്ന് ഹൈബി ഈഡൻ MP ആരോപിച്ചു. കൊച്ചി മെട്രോ റെയിലിന്റെ ഡാനി ഇപ്പോൾ ചേരുന്ന വിവരങ്ങളുമായി. ഡാനി, അതൊരു വലിയ ഗർത്തമാണല്ലോ. ഒരു ബൈക്കൊക്കെ അതുപോലെ, ഒരു ബൈക്കല്ല, അതിലൊരു കാർ പോലും വീണ് അത്തരത്തിൽ അപകടം ഉണ്ടാവാൻ പാകത്തിനുള്ള കുഴിയാണെന്ന് മറ്റും. ഇതെന്താണ്, ഒരു തൂണിന് വേണ്ടിയുള്ള എടുത്ത കുഴിയാണോ അത്? അതോ അതിനപ്പുറം വേറെ എന്തോ ബിൽഡിംഗ് പണിയാനുള്ള ഫൗണ്ടേഷൻ തീർക്കുന്നത് പോലെ? കൊച്ചി മെട്രോ റെയിലിന്റെ ഭാഗമായിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്ന ഭാഗത്താണ്, ചിറ്റേത്തുകര ഭാഗത്താണ് ഈ അപകടമുണ്ടായിരിക്കുന്നത്. ഇതിൽ ഈ ഭാഗത്തുള്ള കുഴിയിൽ, ഈ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ അനുബന്ധമായിട്ട് എടുത്തിട്ടുള്ള കുഴിയിലാണ് ഈ ബൈക്ക് യാത്രികരായ 2 യുവാക്കൾ ഇവിടെ വീണത്. 2 പേർക്കും സാരമായ രീതിയിലുള്ള പരിക്ക് പറ്റി. ഇവരെ 2 പേരെയും തന്നെ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. നേര്യമംഗലം സ്വദേശിയായ ആദർശ്, 22 വയസ്സ്. ആദർശിന് തലയിൽ ഇരുഭാഗങ്ങളിലായിട്ട് മുറിവ് പറ്റിയിട്ടുണ്ട്, ഇവിടെ തുന്നലിട്ടിട്ടുണ്ട്. അതോടൊപ്പം ചതവുണ്ട്. കോട്ടയം സ്വദേശിയായ വിഷ്ണു, 21 വയസ്സ്. വിഷ്ണുവിന്റെ താടിയിലേൽക്കും പരിക്കേറ്റിട്ടുണ്ട്. 2 പേർക്കാണ്, ബൈക്ക് യാത്രക്കാരായ 2 പേർക്കാണ് ഈ പരിക്ക് പറ്റിയിട്ടുള്ളത്. ഇതിൽ കാര്യമായ രീതിയിൽ ഇവിടെ മെട്രോയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇഴയുന്നു എന്ന രീതിയിൽ വ്യാപകമായ ഒരു പരാതി നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് സെക്കൻഡ് ഫേസ് വന്നതിന് ശേഷം റോഡിന്റെ വീതി കൂട്ടുന്നില്ല. റോഡിന്റെ ഒരു അനുബന്ധ പ്രവർത്തനങ്ങളെല്ലാം നേരത്തെ തന്നെ നടത്തി തീർക്കേണ്ടതാണ്. കൊച്ചി മെട്രോയുടെ ഫസ്റ്റ് ഫേസിലെല്ലാം നമ്മൾ കണ്ടതാണ്. റോഡ് വീതി കൂട്ടുകയും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുകയും അങ്ങനെ സുഗമമായ യാത്ര സാധ്യമാക്കുകയും എല്ലാം തന്നെ ചെയ്യേണ്ടതാണ്. പക്ഷേ ഈ അനുബന്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി റോഡിനെ ഇരുവശങ്ങളിലും വീതി കൂട്ടേണ്ടതുണ്ട്. പല ഭാഗത്തും വളരെ അശാസ്ത്രീയമായാണ് അത് ചെയ്യുന്നത്. കാന നിർമ്മാണവും മറ്റും അശാസ്ത്രീയമായി ചെയ്യുന്നു എന്ന പരാതി നിലനിൽക്കുന്നുണ്ട്. അത്തരം ഈ അനുബന്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ഉണ്ടായ ഈ കുഴിയിലാണ് ഈ ബൈക്ക് വീണതെന്നാണ് ഒടുവിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അതിലാണ് ഇപ്പോൾ 2 യാത്രക്കാർ അതിൽ വീണതായിട്ട് പറയുന്നത്. അത് കൊച്ചി മെട്രോയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളുടെ അനുബന്ധ പ്രവർത്തനങ്ങളിലാണ് ഇത് സംഭവിച്ചതെന്ന് പറയുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള വിമർശനം കഴിഞ്ഞ ദിവസങ്ങളിലായി ഉയർന്നിരുന്നു. സ്ഥലം MLA ഉമാ തോമസ് തന്നെ ഇതിൽ വാർത്താസമ്മേളനം വിളിക്കുകയും ചെയ്തു. ജനപ്രതിനിധികളടക്കം, ഹൈബിയുടെ MP അടക്കം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതിഷേധം അറിയിച്ചിരുന്നു. കാരണം കാര്യമാത്രമായ ഒരു കൂടിയാലോചനകളോ കാര്യങ്ങളോ ഒന്നും തന്നെ നടക്കുന്നില്ല. റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ അനുബന്ധ പ്രവർത്തനങ്ങളെല്ലാം തന്നെ പൂർത്തീകരിക്കേണ്ടതുണ്ട്. റോഡിന്റെ വികസനം സാധ്യമാക്കേണ്ടതുണ്ട്. അതൊന്നും നടക്കുന്നില്ല. ഒരു ആസൂത്രണവുമില്ലാതെയാണ് ഇത്തരം കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതെന്നാണ് ജനപ്രതിനിധികൾ പറയുന്നത്. ഹൈബിയുടെ MP അല്പം മുമ്പ് പ്രതികരിച്ചത് ആസൂത്രണമില്ലാതെ മുന്നോട്ട് പോകുന്നതിനെതിരെ പ്രതിഷേധവുമായി ജനങ്ങൾ മുന്നോട്ട് വരുമെന്നാണ് പറഞ്ഞത്. നാളെ ഇതനുസരിച്ച് പ്രതിഷേധ പരിപാടികളടക്കം ഇവിടെ പാലാരിവട്ടം കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ട്. കാരണം വലിയ രീതിയിലുള്ള ഗതാഗത ക്ലേശം ഈ ഭാഗത്ത് ഉണ്ടാകുന്നു എന്നതാണ് പരാതി. ആവശ്യത്തിന് ട്രാഫിക് പോലീസിനെ ഒന്നും തന്നെയും നിയോഗിച്ചിട്ടില്ല എന്നും ഇവരുടെ പരാതിയിൽ പറയുന്നത്. ഏതായാലും 2ാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ വലിയ വെല്ലുവിളികളിലൂടെയാണ് കടന്നു പോകുന്നത്. വളരെ ഗുരുതരമായിട്ടുള്ള കാര്യമാണത്. 2 യുവാക്കൾക്ക് ബൈക്ക് ആ കുഴിയിൽ വീണ് പരിക്കേറ്റു. അതിൽ യാതൊരുവിധ മുന്നറിയിപ്പ് ബോർഡുകളോ അല്ലെങ്കിൽ അത് മറയ്ക്കുന്ന തരത്തിൽ ചുറ്റിലും എന്തെങ്കിലും ബാൻഡ് കെട്ടുക, അങ്ങനെയൊക്കെ പല രീതിയിലുള്ള സാഹചര്യങ്ങൾ ചെയ്യാറുണ്ട്. എന്തുകൊണ്ടാണ് അത്തരത്തിൽ തുറന്ന രീതിയിൽ കിടന്നതെന്ന് ഇനിയും വ്യക്തമാകുന്നില്ല എന്നതാണ്. എന്തായാലും ഹൈബിയുടെ MP ഉന്നയിച്ചതുപോലെ ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ് സംഭവിക്കുന്നത് എന്നുള്ളതിൻ്റെ സ്പഷ്ടമായിട്ടുള്ള ഉദാഹരണമാണ് ഇത്. മുഴുവൻ ഗുരുതരമായ ഗതാഗത കുരുക്കിന് കാരണമായിട്ടുള്ളത് മെട്രോ റെയിലാണ്, ഈ സർക്കാരാണ്. പണമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇത് ഒഴിച്ചുകൂടാൻ സാധിക്കില്ല. കാരണം സെസ് ഇനത്തിൽ വലിയ തോതിൽ പെട്രോൾ ഡീസൽ സെസ് ഏർപ്പെടുത്തിയിട്ടുള്ളത് ഇതുപോലുള്ള പദ്ധതികൾക്ക് വേണ്ടിയിട്ടാണ്. ആ പദ്ധതികൾക്ക് പണം ചെലവഴിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ പ്രശ്നം പരിഹരിച്ചില്ല എങ്കിൽ അടിയന്തരമായി 25 കോടി രൂപയെങ്കിലും ഈ റോഡ് നിർമ്മാണത്തിന് വേണ്ടി അനുവദിച്ചില്ല എങ്കിൽ വലിയ ഗുരുതരമായ ജനകീയ പ്രക്ഷോഭം, ഇത് ഒരു രാഷ്ട്രീയ പാർട്ടികളും നടത്താൻ പോകുന്നതല്ല, ജനങ്ങൾ നിയമം കയ്യിലെടുക്കുന്ന തരത്തിലേക്ക് ഇത് കടന്നുപോകും. ഒരു രോഗിക്ക് ആ ചികിത്സയ്ക്ക് പോലും ആംബുലൻസിൽ കടന്നുപോകാൻ സാധിക്കാത്ത അത്രയും ഗുരുതരമായ ട്രാഫിക് ഗതാഗത കുരുക്കി നഗരത്തിൽ സംജാതമായിട്ടുള്ളത്. യാതൊരു പ്ലാനിങ്ങുമില്ലാതെ 2ാം ഘട്ടം ആരംഭിച്ചു.